ഗായ്സ് വെൽക്കം ബാക്ക് ഗുസ്കാണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് പൂജ ലോഞ്ചർ പോയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റ് മോജോ ലോഞ്ചർ എങ്ങനെയെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ പുതിയൊരു സീഡ് കൊടുത്തേക്കുക. സീഡ് അടിച്ചല്ല, നമ്മൾ ചുമ്മാതെ റാൻഡമായിട്ട് അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഗൈസ് ഈ സീരീസിന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഗൈസ്. എല്ലാം ഞാൻ ശനിയാഴ്ച വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ക്കകത്ത് നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ മറ്റേ കോക്കോ ബീൻസ് ഫാമും പിന്നെ നമ്മളുടെ ഒരു നമ്മളുടെ മൈനിങ് ഏരിയയും സെറ്റാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഗോള്. അപ്പോൾ കുറേ പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വീഡിയോക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ മുന്നേ കാണിച്ചു കഴിഞ്ഞത് ഞാനാണെങ്കിൽ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ വാട്സപ്പിലോട്ട് വരുന്നില്ല. പിന്നെ നമ്മളാണെങ്കിൽ ഇതാണ് നമ്മളെ പുതിയ ബേസ്. ഞാനിവിടെ നിന്ന് എല്ലാ സാധനവും ലൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ടാണ് നമ്മൾ ബെഡ് ഇട്ടേക്കുന്നത്. ഇത് പിന്നെ നമ്മളെ പെറ്റ് സോമൻ. ഇതാണ് നമ്മളെ സോമൻ. ഇതൊക്കെ ഉണ്ട്, സുഖം തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ ലാഗടിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് ഇവിടെയാണ് നമ്മൾ തന്നെ ബെഡൊക്കെ വെച്ചേക്കുന്നത്. ഇതിന് ഞാനാണെങ്കിൽ കുറേ നേരം ഓടിക്കളിച്ച് നടന്നപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, നമുക്കപ്പോഴത്തേക്കൊന്ന് കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ എണ്ണിക്കാം ഗൈസ്. അപ്പോൾ ചെറിയൊരു ഇനി പാർട്ടായിട്ട് ഞാൻ ഇടാൻ പോകുന്നത്. നമ്മളെ ഈ ഒരു ബിൽഡിങ്, ഈ ഒരു സീരീസിനകത്ത് ഫുള്ള് ബിൽഡിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറേ ബ്ലോക്കും എനിക്ക് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൈനിങ് ഏരിയയും സെറ്റാക്കണം, അതിലൂടെ തന്നെ അയൺ ആർമറും ആവണം, എല്ലാം സെറ്റാക്കണം. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻവെൻറ്ററി റോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്സ് ഉണ്ട്, അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൽക്കാലത്തേക്ക് കുറച്ച് വുഡ് വെട്ടാണ്. അതിൻ്റെ കൂടെ ഫുഡ് കുറച്ച് ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്തൊക്കെ വെച്ചേക്കാം. എല്ലാമാണ് കിട്ടിയത്. നേരത്തെ ഞാൻ 5-6 ആടിനെ ഞാൻ കൊന്നപ്പോൾ കിട്ടിയ ഊള് വെച്ചാണ് ഗൈസ് അതൊക്കെ സെറ്റാക്കിയത്. 3-5 ആടൊക്കെ ഒരുമിച്ച് സ്പോണായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇവിടുന്ന് നിൽക്കുന്ന എല്ലാ ഇതും വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡീഫോറസ്റ്റേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാടും മഴയൊക്കെ വെട്ടി മാറ്റുന്നതായിരിക്കും. കാര്യം വേറെ വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെ കുറേ നിന്ന്. കുറച്ച് സൂര്യവെളിച്ചമൊക്കെ വേണം. അപ്പോൾ ഇതാണ് നമ്മൾ മൈനിങ് ഏരിയ ആക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് കുറച്ച് ബ്ലോക്കൊന്ന് മാറ്റി വെക്കും, കാരണം നമുക്ക് സ്റ്റെപ്പൊക്കെ താഴോട്ടുണ്ടാക്കി വെക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ആയിട്ട് നമ്മൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇന്ന് ഡെക്കറേറ്റ് മാത്രമേ ഉള്ളൂ, വലിയ കുഴിയൊന്നുമില്ല അങ്ങോട്ട്. ഇവിടെ ആയിട്ട് ഇവിടോട്ടങ്ങാണ്ടായിരുന്നു ഞാനത് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്, കോക്കോ ബീൻസ് ഫാം. നമുക്കപ്പോൾ മെയിനായിട്ട് എനിക്കിഷ്ടമുള്ള ഫുഡ് ഇതിനകത്ത് മൈൻക്രാഫ്റ്റിനകത്ത് നമ്മൾക്ക് എനിക്ക് പറ്റിയ ഫുഡ് കുക്കീസാണ്. കുക്കീസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് കുക്കീസ് അങ്ങ് ഫാം ചെയ്യാൻ തുടങ്ങാം. കുക്കീസ് വെക്കണമെങ്കിൽ ഒരു 2 വീറ്റും ഈ കോക്കോ ബീൻസാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് ഞാൻ കുറേ നേരം ഓടിക്കളിച്ചാണ് നമുക്ക് കിട്ടിയതാണ്. ഒരു ഈ ട്രേഡറല്ലേ നിൽക്കുന്നുണ്ട്, അവിടെ ഒരു മോൻ മണ്ടക്കേറി നേടൊക്കെ കാണിക്കുക. ഓക്കെ, അവൻ അവിടെ കാണാൻ നിൽക്കട്ടെ. നമുക്ക് ഈ ഫുഡും കഴിച്ച് മേലോട്ട് കയറി ചെന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക്. ഇത് ഇവിടെ ആയിട്ട് റാൻഡമായിട്ട് സ്പോണായ സാധനത്തിന് തന്നെ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് വെക്കാൻ പറ്റിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ള റെയർ ബ്ലോക്സൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാനത് ഉണ്ടാക്കിയേക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്ത് കയറിയപ്പോൾ ചത്തു കൊണ്ടതായിരുന്നു. പിന്നെ ഇതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ലൂട്ട്, ഫുള്ള് ലൂട്ട് ഇതായിരുന്നു. 5-6 സോംബിയുടെ ഇത് റോട്ടം ഫ്ലക്സ് ഉണ്ടായിരുന്നു, അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ അയൺ എടുത്ത് വെച്ച് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഒന്നെങ്കിൽ ഷീൽഡ് ഉണ്ടാക്കണം, അല്ലെ ഏതെങ്കിലും ആർമർ പീസ് ഉണ്ടാക്കണം. ഇന്ന് നടന്നില്ല, പിന്നെ എപ്പോഴേലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓടിച്ചെന്ന ഫാം അങ്ങ് സെറ്റാക്കാം, അതാണ് നല്ലത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. ഇതെന്ത് ഉയരത്തിലിരിക്കുന്നതെന്ന് ഞാൻ പിന്നെ മെലണക്ക വെച്ചാണ് കയറിയത്. ഓക്കെ, ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് എവിടെയായിട്ട് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കാം. പെട്ടെന്ന് ഓടിച്ചെന്ന് നമുക്ക് അതൊരു സ്ഥലം കണ്ടുപിടിക്കാം. എനിക്ക് കുറച്ച് സ്ഥലമെങ്കിലും വേണം നമുക്ക് ഈ ഒരു ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇവിടെ 2 കോക്കോ ബീൻസിൻ്റെ ഇത് തുടങ്ങാം. എനിക്ക് പിന്നെ കുറേ സീഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് മുറിച്ച് മാറ്റണം. ഇത് ഇവിടെ ആവശ്യമില്ല. അത് പിന്നെ കിട്ടാൻ ഭയങ്കര റെയറായിട്ടാണ് നമുക്ക് ഈ ഒരു ജംഗിളിനകത്ത് കിട്ടുന്നത്. കാര്യം ജംഗിളിനകത്ത് ഇത് കുറേ സ്പോണാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഓക്ക് കിട്ടാൻ പാടാണ്. അതുപോലെ നമ്മൾ പ്ലെയിൻസിൽ ചെല്ലണം. പ്ലെയിൻസ് പിന്നെ എനിക്കിവിടെ കിട്ടിയത് കുറച്ച് മുന്നേ കിട്ടിയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ നടന്നു വന്നിടയിൽ ജംഗിളും കണ്ടുപിടിച്ച് നമുക്കൊരു ബേസും സെറ്റായി. ഓക്കെ, അപ്പം ഈ അടുത്ത പാർട്ടിനകത്ത് നിന്ന് ഈ ഒരു ജംഗിൾ മൊത്തം മുറിച്ച് കളയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ജംഗിളിലെ ഫുൾ വുഡ് നമ്മൾ പൊട്ടിച്ച് കളയുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം അതിനകത്തിൽ അടുത്ത വീഡിയോക്കകത്ത്.
നമുക്ക് അപ്പോൾ ഇതൊക്കെ ഇപ്പം എന്തിനാണ് പറയുന്നത് എനിക്കറിഞ്ഞൂടെ, എനിക്ക് തോന്നിയപ്പോൾ അങ്ങ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാനാണെങ്കിൽ ഏതോ യൂട്യൂബിനകത്ത് കണ്ടതാണ്, യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടപ്പോൾ ഞാൻ ചെയ്തതാണ്. ഇത് വെച്ചപ്പോഴേ അങ്ങ് വളർന്നതാണ്. വളർന്നില്ലേ ഇല്ലെന്ന് തോന്നുന്നു, 4 എണ്ണം ബാക്കി വന്നിരിക്കുന്നു. ഓക്കെ, ഒരെണ്ണം കൂടെ അങ്ങ് വെച്ചേക്കാം. നമുക്കപ്പോൾ അടുത്തതും കൂടെ നടാം. ഓക്കെ, അടുത്തതും വെക്കാൻ പോവാണ്. ക്രൗച്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ലടാ, ക്രൗച്ച് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ക്രൗച്ച് വെച്ചില്ല. അതുകൊണ്ട് എൻ്റെ സാപ്ലിങ് എടുക്കുന്നു, ഇതെടുത്തുകൊണ്ട് നട്ട് വെക്കാം പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, ഇത് ഇവിടെ ഇട്ട് വെക്ക്. ക്രൗച്ച് മാറ്റുന്നില്ല. ഓക്കെ, ക്രൗച്ച് മാറി. പിന്നെയും. ഓക്കെ, ഇവിടെ ഇട്ട് വെക്കാം. 1 2. ഓക്കെ, ഇവിടെ 2 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള കോക്കോ ബീൻസ് നടണം. ഓക്കെ, 2 എണ്ണം താഴെ, ഒരെണ്ണം വേണ്ട ഇതിൻ്റെ സൈഡിൽ. ഓക്കെ, അല്ല വെക്കണോ? അവിടെ ഇട്ട് വെച്ചേക്കാം. അതിൻ്റെ സൈഡിൽ വെച്ചാൽ ശരിയാവില്ല. പെട്ടെന്ന് ഓടിച്ച് നമുക്ക് ബേസിനകത്തോട്ട് കയറാം. ആ ബേസിനകത്ത് കയറിയിട്ട് നമുക്ക് മൈനിങ് ഏരിയ സെറ്റാക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് വരാം. അപ്പം ഓടിച്ചെന്ന് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ മൈനിങ് ഏരിയ സെറ്റാക്കാനായിട്ട് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ഒരു മിനിറ്റ് തന്നെ. സോമൻ അവനവിടെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് അടക്കണമെന്ന് എനിക്കൊരു തീരുമാനമൊക്കെ ഉണ്ട്. അടക്കണമെങ്കിൽ നമുക്ക് അടയ്ക്കാൻ കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് കുറേ സ്പേസ് കിട്ടിയാനേ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പോടിച്ചൊന്ന് സോമനെ വിളിച്ചുകൊണ്ട് വരാം. സോമനെ വാടാ. ഓക്കെ, നമുക്കപ്പോൾ അവനെ വിളിച്ചുകൊണ്ടങ്ങ് പോകാം. പുറത്തു വന്ന് കയറി നമുക്ക് പെട്ടെന്ന് ഇതുവഴി താഴോട്ടിറങ്ങാം. ഈ സോമ സോമനെയും കൊണ്ടിടാ. വേണ്ട, സോമൻ താഴോട്ട് പോകും. ഇങ്ങോട്ട് വന്ന് തോളായി കയറി. ഇല്ല, നീ കയറത്തില്ലേ? ഞാൻ ചെയ്ത് സൈഡിലിരിക്കുന്നു. മാൻ, എന്തിനാ ഇങ്ങനെ വന്ന് പറഞ്ഞു കയറിയിരി. അവൻ എവിടെ ഇരിക്കുന്നേ? തോടെ ടോർച്ച് കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഇരിക്കാനുള്ള സ്ഥലത്ത് നിന്നിരുന്നു. കൊള്ളാമല്ല. ഞാൻ നിന്നെയും തൊട്ട് ഓടിരുന്നു കേട്ടോ. നിന്നെ എടുക്കുന്നില്ല, നീ പോടാ. അവൻ വരാൻ പോയി കൂടെ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഓടി ചെല്ലുന്ന മൈനിങ് ഏരിയ സെറ്റാക്കാം. ഇത് തന്നെ എന്ത് ചെയ്യണം? ഈ ബ്ലോക്കൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് നന്നായിട്ട് സെറ്റാക്കണം. നമുക്ക് മൈനിങ് ഏരിയ അങ്ങ് സെറ്റാക്കാം. മോസി കോബിൾ സ്റ്റോണും കുറേ അതിനകത്ത് നിന്ന് കിട്ടി എനിക്ക്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ തൊട്ട് തുടങ്ങാം. നമുക്ക് മൈനിങ് ഏരിയയുടെ പണിപാടി നോക്കാം. അപ്പോൾ നമുക്ക് താഴോട്ട് കുഴിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അത് താഴോട്ട് കുഴിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ദാ വരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അതുകൊണ്ട് പകുതി കുഴിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.